കഴിഞ്ഞ ദിവസമാണ് ഒരു അധ്യാപികയുടെ പ്രസംഗം വൈറലായത്. തൻ്റെ സ്കൂളിലെ കുട്ടികളെല്ലാം അസഭ്യമായി സംസാരിക്കുന്നു, കൂടുതലായിട്ടും വസ്ത്രധാരണത്തിനൊക്കെ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് പുഷ്പ സിനിമ ഇറങ്ങിയതിന് ശേഷം കുട്ടികൾ കൂടുതലായിട്ടും അത്തരത്തിലുള്ള ഒരു ബിഹേവിയറാണ് തൻ്റെ സ്കൂളിൽ കാഴ്ചവെക്കുന്നത് എന്ന്. അപ്പോൾ വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന പുതിയ കാര്യങ്ങളിലേക്കാണ് വരുന്നത്. പല സിനിമകളും ഇത്തരത്തിൽ ചെറിയ കുട്ടികളെയൊക്കെ ഇത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു സിനിമകൾ ആളുകളെ ഒരുപാട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല ഇന്നത്തെ ആളുകളുടെ മാനസിക ചിന്താഗതി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പെട്ടെന്ന് ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അഡോപ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ തന്നെ അറിയാം, റീൽസിൻ്റെ കാലഘട്ടമാണ്. റീൽസിലാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് ഈ സിനിമകളിലോ ട്രെൻഡിങ് ആയിട്ടുള്ളതോ അങ്ങനെയുള്ള വീഡിയോകളായിരിക്കും നമ്മൾ കൂടുതൽ അനുകരിക്കുന്നത്. അപ്പോൾ നമ്മൾ അനുകരിക്കുന്നതിൻ്റെ എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ മാനസിക നില മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെ പെട്ടെന്ന് ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ചേരാം, അങ്ങനെയാണ് കൂടുതൽ സിനിമകൾ ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നത് തന്നെ. സിനിമകൾ എല്ലാ കാലത്തും നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഉള്ളതാണ്. അപ്പം സിനിമകൾ കഴിഞ്ഞ കാലത്ത് ജനങ്ങളെ സ്വാധീനിച്ച പോലെയല്ല ഈ വരുന്ന കാലഘട്ടങ്ങളിൽ സ്വാധീനിക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടുകൊണ്ടിരുന്നത് ഒരു 18 വയസ്സിനും 20 വയസ്സിനും മുകളിലൊക്കെ ഉള്ള ആളുകൾ പിന്നീട് പോയി തിയേറ്ററിൽ പോയി കാണുകയായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനല്ല. ചെറിയ കുട്ടികൾ മുതൽ ഒരു 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ മുതൽ സിനിമകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അത്രത്തോളം ആളുകളുടെ ഇടയിലേക്ക് എത്തുകയാണ്, കുട്ടികളുടെ ഇടയിലേക്ക് എത്തുകയാണ്. അപ്പോൾ കുട്ടികളെ അത് അവരുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ഈ സിനിമകൾക്ക് കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, സിനിമകളുടെ ട്രെൻഡ് മാറിയിട്ടുണ്ടായിരുന്നു. ഓരോ കാലഘട്ടത്തിലും കുട്ടികൾക്കായിട്ടൊരു സിനിമ എന്ന് പറയുന്ന രീതിയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാലത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ആ ഒരു സിനിമ ബാരോസിനെ കുട്ടികൾക്കായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് അവതരിപ്പിക്കുന്നത്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. പക്ഷെ ആ സിനിമ കുട്ടികൾ സ്വീകരിക്കുന്നില്ല. കാരണം അവരുടെ ട്രെൻഡൊക്കെ മാറിക്കഴിഞ്ഞു. കുട്ടികൾക്ക് കൂടുതലായിട്ടും ഇത്തരം വയലൻസും അല്ലെങ്കിൽ കുറച്ചുകൂടെ മാസ് മസാല പടങ്ങളിലോടാണ് കുട്ടികൾക്ക് കൂടുതലായിട്ട്. ചെറിയ പ്രായം തൊട്ട് ഇതല്ലേ കണ്ടുവരുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഈ കുട്ടികൾക്കൊന്നും ഫോണുകളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഇപ്പം എൻ്റെ ചെറിയ പ്രായത്തിലൊന്നും ഫോണുകളൊന്നും അധികം വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അങ്ങനെയല്ല. 1 വയസ്സ് തൊട്ടോ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തൊട്ട് അവരുടെ കയ്യിൽ ഫോണുമായിട്ടാണ് അവർ ജനിക്കുന്നത്. അപ്പോൾ അവർക്ക് അത്രത്തോളം ഇൻഫർമേഷൻസാണ് അതിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള വയലൻസ് സിനിമകളും അല്ലെങ്കിൽ നമുക്കറിയാം സിനിമകളിലെല്ലാം ഇമോഷൻസ് ഉണ്ട്. നമ്മൾ ആ പല സിനിമകളുമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്ന ആളുകളാണ് നമ്മൾ. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കരയും, നമ്മൾ ചിരിക്കും. അങ്ങനെ നമ്മുടെ പലതരത്തിലുള്ള ഇമോഷണൽ തലങ്ങളെ ടച്ച് ചെയ്യാൻ പല സിനിമകൾക്കും കഴിവുണ്ട്. അതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് ഈ ഇമോഷൻസ് എല്ലാം ഉണ്ട്. ഈ ഇമോഷൻസിനെ സിനിമകൾ എങ്ങനെ ടച്ച് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും അവരുടെ മനോഭാവത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം. അപ്പോൾ പല ആളുകളും ചോദിക്കും, ഇപ്പോൾ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്, ഇതൊന്നും കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഇവരൊന്നും വലിയ കോടീശ്വരരോ കളക്ടറോ വലിയ ഉദ്യോഗസ്ഥരോ ഒന്നും ആകാത്തത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എപ്പോഴും നമ്മൾ അതിനകത്തുനിന്ന് അഡോപ്റ്റ് ചെയ്യാൻ സ്വീകരിക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എന്താണോ കൂടുതൽ അതിനകത്തുള്ളത്, ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ അബ്സോർവ് ചെയ്യാൻ ഒരു മൈൻഡ് സെറ്റ് പലപ്പോഴും ആളുകൾക്കുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കൊരു ഹീറോയിസ്റ്റിക് സ്റ്റൈല്, കാരണം ഇതാണ് ഏറ്റവും വലുത്, ഇങ്ങനെ ആയിരിക്കണം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതി. പല സിനിമകളിലാണെങ്കിലും അധ്യാപകരെടുത്ത് ആക്രോശിക്കുന്ന നായകന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ അടിക്കാൻ പോകുന്ന ആ ഒരു രീതിയിലേക്കുള്ള പല എല്ലാ സിനിമകളിലും അത്തരം ഒരു കഥാപാത്രം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ തന്നെ സുഹൃത്തുക്കളോടൊപ്പം വെള്ളം അടിക്കുന്നതാണെങ്കിലും സിഗരറ്റ് വലിക്കുന്നതാണെങ്കിലും അപ്പോൾ അതിനെയൊക്കെ അത് സൗഹൃദത്തിൻ്റെ ഏറ്റവും പീക്ക് ലെവലാണ്. അങ്ങനെ കാണിച്ചു വെക്കുന്ന സിനിമകളുണ്ട്. അപ്പോൾ ഇത് ചെറിയ കുട്ടികളിലേക്ക് എത്തുമ്പോഴാണെങ്കിലും ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവർ വിചാരിക്കും ഇതാണ് ഏറ്റവും വലുത്. നമ്മൾ ആ ഒരു ഏജ് എത്തുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇതിപ്പോഴേ ഇങ്ങനെ ആസ്വദിച്ച് പോകണം. കാരണം ഇപ്പോൾ ആണ് ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പം ഇവർക്ക് ഒരു കാലത്തും തൊട്ടേ ഈ ഒരു സിനിമകളെല്ലാം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഈ പേരൻസ് ആണെങ്കിലും ഫിൽട്ടർ ചെയ്തിട്ടായിരുന്നു കുട്ടികളെ സിനിമ കാണിക്കുന്നത്. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ ഏതാണോ അതിനായിരിക്കും ഇവർ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അതായിരിക്കും കൂടുതലായിട്ട് കാണാൻ പ്രേരിപ്പിക്കുന്നത്. അന്ന് സിനിമകൾ കാണാനുള്ള സൗകര്യമൊന്നും എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ കഴിയുന്നൊരു സൗകര്യമൊക്കെ ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് ടെലിവിഷൻ എല്ലാം അടുത്ത കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ ടെലിവിഷൻ എല്ലാം വന്നിട്ട്. അതിനുശേഷമാണ് മൊബൈൽ ഫോൺ പെട്ടെന്നായിരുന്നു ആളുകളുടെ ഇടയിലേക്ക് എത്തിയത്. ഇതെല്ലാം വന്നിട്ട് കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ രക്ഷകർത്താക്കളുടെ കാലത്തേക്കൊന്നും പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല. ഏകദേശം നമ്മുടെ കാലമൊക്കെ എത്തിയതിനു ശേഷമാണ് ടെലിവിഷനൊക്കെ എല്ലാ വീടുകളിലും എത്തി തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോഴാണ് എല്ലാ വീടുകളിലും ഫോണുകൾ തന്നെ എത്തി തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം പെട്ടെന്നാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾക്കും വന്നുകൊണ്ടിരിക്കും.
തീർച്ചയായിട്ടും അത് എല്ലാ ഭാഗത്തും എല്ലാത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും ഇപ്പോൾ കോളേജ് ലെവലാണെങ്കിൽ തന്നെ ഒരു കാലഘട്ടത്തിന് ശേഷം എല്ലാ ടൈപ്പ് ഓഫ് മാറിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ട്രെൻഡ് ആയിരിക്കും സ്വീകരിക്കുന്നത്. പക്ഷേ ഈ അവത് നമ്മൾ സ്വയം സ്വീകരിക്കുന്നതാണ്, ഒരു 18 വയസ്സിന് ശേഷം ഉള്ളതാണ്. പക്ഷേ ഈ ചെറിയ കുട്ടികളെന്ന് പറയുന്നത് അതൊരു ഫാന്റസിക്കലായിട്ട് എടുത്ത് ഇതാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന പ്രായമാണ്. അപ്പോൾ അത്തരത്തിൽ അവർ ചിന്തിച്ചിട്ട് വന്നിട്ട് സ്കൂളിൽ പെരുമാറുന്ന ഒരു രീതിയെ പറ്റിയിട്ടാണ് ടീച്ചർ ആ ഒരു സിനിമയ്ക്ക് ശേഷം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു സിനിമയിൽ ഉപയോഗിച്ച ഡയലോഗുകളായിരിക്കാം. ഇതൊക്കെ ആയിരിക്കും ഇവരത്ര മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത് വെച്ചിട്ട് അത്രയും ഭീകരമായിട്ടുള്ള വയലൻസുകളൊക്കെ കണ്ടിട്ട് അത് തന്നെ അവനെ അനുകരിക്കാൻ ശ്രമിക്കും. അങ്ങനെ എത്രയോ സ്കൂളുകളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. കുട്ടികൾ തന്നെ ഇത്ര വയലന്റ് ആയിട്ട് അല്ലെങ്കിൽ വയലൻസ് ആയിട്ട് മറ്റുള്ളവരെ എടുത്ത് അടിക്കുന്നതാണെങ്കിലും, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 8ൽ പഠിക്കുന്ന കുട്ടികളെ അടിക്കുന്നതാണെങ്കിലും അതൊക്കെ അവർ ആ ഒരു രീതിയിലേക്കായിരിക്കും എടുക്കുന്നത്. ഇതാണ് ഏറ്റവും വലുത്. അല്ലെങ്കിൽ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ചെയ്യുന്ന എന്തോ വലിയ കാര്യമാണെന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ടം ഓഡിയൻസും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊരു സ്കൂളിൽ നടക്കുന്നുണ്ട് എന്ന് അവർ തുറന്നു വന്ന് പറയുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ തവണ തമന്നേൻ്റെ ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് ആ ഒരു ഡ്രസ് മോഡൽ ഇട്ട് ഒരു കുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂളിൽ. അത് പ്രൈമറി സ്കൂളിലാണ്. ആ സമയത്ത് ഒരുപാടധികം വിമർശനങ്ങളും അതേപോലെ തന്നെ പോസിറ്റീവ് വശവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓരോ ഡാൻസിന്റെ അനുസരിച്ച് അതിന്റെ ഗ്രേസ് വർദ്ധിപ്പിക്കുന്നത് ആ വസ്ത്രം ധരിക്കുമ്പോഴാണ്. അപ്പോൾ ആ കുട്ടി അതിൽ വളരെ ഗ്രേസ് ആയിരുന്നു. അതൊരു ചെറിയ കുട്ടിയാണ്, എന്തിനാണ് അതിനെ ഇത്തരത്തിൽ കാണുന്നത് എന്ന് ആ ഒരു രീതിയിലേക്ക്. കാരണം കുട്ടികൾ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവും. അത്തരത്തിൽ നമ്മുടെ കുട്ടികൾ ഇൻഫ്ലുവൻസ്ഡ് ആവാതിരിക്കണം. അല്ലെങ്കിൽ അതൊരു സിനിമയാണ്, സിനിമയെ സിനിമയായിട്ട് തന്നെ കാണണം. അല്ലെങ്കിൽ അതൊരു പലരും പറയുന്നൊരു കാര്യമാണ്, ആ ഒരു കഥാപാത്രത്തെ നമ്മൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് വേണം പോകാൻ. അല്ലാതെ അതിനെ കൂടെ കൊണ്ടുപോയി ഞാൻ അതാണ് എന്ന രീതിയിലേക്ക് മാറുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ ചെറിയ കുട്ടികൾ, ഈ കുട്ടികളായിരിക്കാം 10-21 വയസ്സാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇത്രയും വലിയ കുറ്റകൃത്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ തന്നെയല്ലേ ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് ഈ ക്യാരക്ടർ എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി അല്ല. നമ്മുടെ റിയാലിറ്റിയിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അത് സമൂഹത്തിനാണെങ്കിലും നമ്മുടെ കുടുംബത്തിനാണെങ്കിലും അത് മോശമായിട്ടേ ഭാവിക്കുള്ളൂ എന്ന് നമ്മൾ തന്നെയല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പെട്ടെന്നാണ് നമ്മുടെ സമൂഹത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ അപ്ഡേഷൻസ് ആയിട്ടുള്ള കുട്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തന്നെ ഓരോ പേരുകൾ നമ്മുടെ സമൂഹ മാധ്യമത്തിൽ വൈറലാണ്. ജെൻസി സമൂഹം, അങ്ങനെ ബീറ്റ, ഗാമ, അങ്ങനെ ഓരോ വിഭാഗക്കാരിങ്ങനെ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരുടെ മാറ്റങ്ങൾക്കൊത്ത് നമ്മുടെ സമൂഹത്തിന് പോകാൻ കഴിയാതെ വരുമ്പോൾ ഇവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അപ്പം നമ്മൾ എങ്ങനെ വേണം അവരെ ട്രീറ്റ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും അവരുടെ ഔട്ട്പുട്ട് അവർ തരുന്നത്.